ഹലോ കൂട്ടുകാരെ, ഞാൻ എന്ന് ഡയറ്റിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് വിചാരിക്കുകയാണെങ്കിലും അന്ന് അച്ഛൻ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വരും. അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു ഇന്ന് അച്ഛൻ ബീഫായിട്ടാണ് വന്നത് കേട്ടോ. പിന്നെ ഈ ബീഫ് കൊണ്ടുകൊണ്ട് ഞാൻ എങ്ങനെയാണ് ഡയറ്റിങ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഞാൻ വിചാരിച്ചു പോട്ടെ പുല്ല്, നാളെ തൊട്ടൊരു ഡയറ്റിങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അമ്മ ബീഫ് കൊത്തി അരിയുമ്പോഴാണ് കേട്ടോ ഞാൻ ബീഫാണെന്നുള്ളത് കാണുന്നത്. നിൽക്കമ്മേ, ഞാൻ ഫോണിട്ട് വരാമെന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് അമ്മ കഴുകുന്ന വീഡിയോ മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. ബീഫ് അരിയുന്ന വീഡിയോ കിട്ടിയില്ല. പിന്നെ അമ്മ അത് കഴുകി അടുപ്പിലോട്ട് വെച്ചിട്ടോ. നമ്മൾ പുറത്ത് അടുപ്പ് കൂട്ടിയിട്ടാണ് ബീഫ് പുറത്ത് വെച്ചിട്ടുണ്ടാക്കുന്നത്. ബീഫ് എന്നല്ല, നമ്മളിപ്പോൾ കുക്കിങ്ങൊക്കെ പുറത്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ മഴയൊന്നും ഇല്ലല്ലോ, അപ്പോൾ വെയിലല്ലേ, അപ്പോൾ ഒരു രസമല്ലേ. പിന്നെ അറിയാമല്ലോ, ഞാനായിരുന്നു അമ്മേൻ്റെ മെയിൻ ഹെൽപ്പറായി ഞാൻ നിന്നിട്ട് ഉള്ളി, തക്കാളി, പച്ചമുളക് അതൊക്കെ കുനുകുനാന്ന് അമ്മയ്ക്ക് അരിഞ്ഞു കൊടുത്ത് സഹായിച്ചു. ഇന്ന് അമ്മയുടെ സ്പെഷ്യൽ ബീഫ് കറി. അമ്മ എന്താ പറയുക, ഭയങ്കര രുചിയിലാട്ടോ അമ്മ ബീഫ് കറി ഉണ്ടാക്കി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മയുടെ ബീഫ് കറി. അടിപൊളി ടേസ്റ്റാണ്. അത് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല എങ്കിലും ഭയങ്കര രുചിയാണ് അമ്മയുടെ ബീഫ് കറി. പിന്നെ ഞാൻ മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ചീരകം ഇട്ടിട്ട് നന്നാക്കി ഒന്ന് പേസ്റ്റാക്കി എടുത്തിട്ടോ. അത് പേസ്റ്റാക്കി എടുത്ത് വരുമ്പോഴേക്കും എന്നെ വിളി തുടങ്ങിയ അമ്മ, മോളെ ഓടി വായോ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു. ഓടി ഞാൻ ചെന്നു കേട്ടോ. ഓടി ചെന്നപ്പോൾ നമ്മുടെ ബീഫൊക്കെ ഒരുവിധം വെന്തിട്ടുണ്ട്. അമ്മ അതിലേക്ക് ഉപ്പ് ഇട്ടു, പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടു. മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. എൻ്റെ കണക്ക് ശരിയാണെങ്കിൽ നമ്മൾ ബീഫ് വേവിച്ചത് ഒരു 2 മണിക്കൂറെങ്കിലും വേവിച്ചിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു നിഗമനം. എനിക്ക് തോന്നുന്നത് കേട്ടോ. ഒരുപാട് നേരം ഞാൻ ക്ഷമയോട് കൂടെ കാത്തിരുന്നു ഈ ഒരു കറി റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അമ്മ അതിലേക്ക് പിന്നെ ഉള്ളി, പച്ചമുളക്, തക്കാളിയൊക്കെ ഇട്ടു കേട്ടോ. ഞാനൊരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ വേണ്ടി അകത്തേക്ക് പോയി പുറത്തേക്ക് വന്നപ്പോൾ ഇരിക്കുന്നു ചട്ടിയിലിരിക്കുന്ന ബീഫൊക്കെ ചെമ്പട്ടിയിൽ. അപ്പോൾ ഞാൻ ചോദിക്കുക, അമ്മ ഇതെന്ത് ഇതിൽ ചെയ്യുന്നു? അപ്പം അമ്മ പറഞ്ഞു, അതിലിട്ടിട്ട് ഇളക്കാനൊന്നും പറ്റുന്നില്ല കുഞ്ഞേ, അതാണ് എന്ന്. പിന്നെ അമ്മ അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി വീണ്ടും ഇട്ട് കൊടുത്തു കേട്ടോ. അതൊക്കെ ഇട്ട് കൊടുത്തു. അമ്മയ്ക്ക് എല്ലാം ഒരു കൈക്കണക്കാട്ടോ. കൈക്കണക്കാണെങ്കിലും അമ്മ ഉണ്ടാക്കുന്നത് ഭയങ്കര കറക്റ്റ് പൊടി മസാലകളൊക്കെ കറക്റ്റായിട്ട് ചേർക്കും. ഭയങ്കര രുചിയുമാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ, അതൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു കേട്ടോ. അതെങ്ങനെയാണെന്നുള്ളത് അറിയില്ല. ഞാനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി എരിവ് കൂടുകയും അല്ലെങ്കിൽ മല്ലി കൂടുകയൊക്കെ ആയിപ്പോവും. പക്ഷെ അമ്മ ഉണ്ടാക്കുന്നത് ഭയങ്കര ഒരു കറക്റ്റായിട്ട് വരും കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഇറച്ചി മസാലയും ചേർത്ത് കൊടുത്തു, പിന്നെ മല്ലിച്ചപ്പ് ചേർത്ത് കൊടുത്തു, കറിവേപ്പില ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇവിടെ നമ്മുടെ ബീഫ് കറി റെഡിയായി മക്കളെ. അടിപൊളി മണമായിരുന്നു കേട്ടോ. ഉഷാറായിരുന്നു ബീഫിൻ്റെ കറി. അപ്പം ഞാൻ ചോറ് കഴിക്കാൻ പോവുകയാണ്. നല്ല വെന്ത ബീഫിൻ്റെ ഒരു പീസും ആ ചോറിലങ്ങ് കുഴച്ച് കഴിക്കാൻ എൻ്റെ മക്കളെ സ്വർഗം, സ്വർഗമാണ്. അടിപൊളിയാണ് കേട്ടോ ബീഫ് കറി. അമ്മേൻ്റെ ബീഫ് കറി പ്രത്യേകിച്ച് അടിപൊളിയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബായ്.